ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയെക്കുറിച്ച് വാദോരെ തന്നെ പറയുകയുണ്ട്. അച്ചമ്മയും അതുപോലെ രവിയും എല്ലാം തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ചന്ദ്രയോടായിട്ട് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് ചന്ദ്ര വളരെയധികം കുറ്റപ്പെടുത്തിയാണ് സച്ചിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം രേവതിയെക്കുറിച്ച് പറയുന്ന നേരത്തും വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എന്നിരുന്നാലും പറഞ്ഞു വരുന്ന അവസാനം പറയുന്നുണ്ട്, ഇവർ എത്ര അകൽറ്റാൻ ശ്രമിച്ചാലും ഇവർ കാന്തം പോലെയാണ്, അടുത്തുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് ശ്രീകാന്ത് വേഗം കൈയടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അമ്മ ഈ പറഞ്ഞ കാര്യം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, കാന്തം പോലെ എന്ന് പറയുമ്പോഴത്തേക്കും തൻ്റെ വായിൽ നിന്ന് വാക്ക് അബദ്ധമായി പോയല്ലോ എന്ന് വിചാരിച്ചതിന് ചന്ദ്ര പറയുന്നുണ്ട്, എന്നാൽ ഞാൻ തിരുത്തി പറയാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട നീ ഒന്നും തിരുത്തി പറയണ്ട, എന്തായാലും നിൻ്റെ അഭിപ്രായം കേട്ടില്ല, അത് മതിയെന്ന് രവി പറയുന്നുണ്ട്. അതിന് ശേഷം സച്ചിയോടായിട്ട് രേവതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നത് എൻ്റെ അച്ഛനും അച്ഛമ്മയും മാത്രമാണ്. പക്ഷേ രേവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആരാണെന്ന് എന്താണെന്നെല്ലാം തന്നെ എന്നെ മനസ്സിലാക്കി തന്നു. മാത്രമല്ല നിങ്ങളെല്ലാവരും പറയാറുണ്ടല്ലോ രേവതി എന്നെ ആകെ മാറ്റിയെന്ന്, പക്ഷേ അങ്ങനെയല്ല, രേവതിക്ക് വേണ്ടി ഞാൻ മാറുകയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയുടെ കണ്ണുകൾ നിറയുകയുണ്ട്. ഇതുപോലെ തന്നെ രേവതിയോട് സച്ചിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് രേവതി ഇതുപോലെ തന്നെ സച്ചിനെ പറ്റി പറയുന്നത്, ഞാൻ ആദ്യം കല്യാണം കഴിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ജീവിതം എന്താവുമെന്നുള്ള പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. നിങ്ങൾ പറയുന്ന പോലെ റൗഡിയോ തെമ്മാടിയോ ഒന്നുമല്ല സച്ചിയേട്ടനെ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. സച്ചിയേട്ടൻ എന്തായാലും നേരത്തെ ഇതേപോലെ ഒരു നേച്ചർ ആയിരുന്നില്ല. സച്ചിയേട്ടൻ്റെ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരണമെന്നാണെങ്കിൽ എന്തോ ഒരു സംഭവം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ശ്രുതി വേഗം പരുങ്ങാണ്ട്. ശ്രുതി മാത്രമല്ല രവിയും അതുപോലെ ചന്ദ്രയും എല്ലാം തന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അതിനുശേഷം രേവതി പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും സച്ചിയേട്ടൻ എന്നോട് പറയുന്നുണ്ട്, പക്ഷേ ഈ ഉണ്ടായ സംഭവം എന്താണെന്ന് ഇതുവരെ സച്ചിയേട്ടനോട് പറഞ്ഞിട്ടില്ല. സച്ചിയേട്ടൻ എന്നാണോ ഈ ഒരു കാര്യം എന്നോട് തുറന്നു പറയുക അന്നായിരിക്കും സച്ചിയേട്ടനെ പൂർണ്ണമായും ഭാര്യയായിട്ട് ഉൾക്കൊള്ളുന്നത്. കാരണം ഒരു ഭർത്താവ് ഒരിക്കലും ഭാര്യയോടായിട്ട് ഒരു കാര്യങ്ങളും മറച്ചു വെക്കുകയില്ല. അതുകൊണ്ട് തന്നെ സച്ചിൻ ഈ ഒരു കാര്യം എന്നോട് പറയുന്നു, അന്നായിരിക്കും സച്ചിയേട്ടൻ പൂർണ്ണമായി എന്നെ ഒരു ഭാര്യയായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുമെന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് എന്ത് പറയണമെന്നറിയാം സച്ചി ഒന്ന് പരുങ്ങുന്നുണ്ട്. അതിന് ശേഷം സച്ചി പറയണ മതി, എന്തായാലും ഇനി അതിലേക്ക് കൂടുതലായിട്ടൊന്നും ചെല്ലുമൊന്നും വേണ്ട. അമ്മയ്ക്ക് രേവതിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനായിട്ട് ലക്ഷ്മിയോടായിട്ട് പറയുകയാണ് കേട്ടോ. ലക്ഷ്മി താൻ എന്ത് പറയണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്ത് കയ്യിൽ ഇരുവർക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ശരത്തിനെ കാണുന്ന സമയത്ത് ലക്ഷ്മിയും ദേവും ഒന്നും പരുങ്ങുന്നുണ്ട്. കാരണം വീട്ടിൽ വന്ന സമയത്ത് ശരത്തിനോട് എങ്ങനെയാണ് സച്ചി പെരുമാറിയതെന്ന് അന്ന് അവർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുമെന്നുള്ളൊരു പേടിയോടുകൂടി തന്നെ നിൽക്കുകയാണ് ലക്ഷ്മിയും ദേവും അതുപോലെ രേവതിയും. ശരത്തിനെ കാണുമ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, എന്താ നീ വൈകി, അപ്പം നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണല്ലോ ഇവിടെ ലക്ഷ്മിയും ദേവും ഒക്കെ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി അല്ല, അതിന് ഞാൻ പങ്കെടുക്കാതിരിക്കും, അവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ ഒരു സ്വന്തം കാലിൽ ജോലിയൊക്കെ ചെയ്താണ് സമ്പാദിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ചോക്കം പറയുന്നുണ്ട്, എന്തായാലും മോൻ നല്ല കാര്യമായി, ഇതുപോലെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, നിന്നെ കണ്ട് എല്ലാവരും പഠിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതിനുശേഷം ശരത്ത് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പറയുന്നത്, സച്ചിയേട്ടാ രേവതി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സാണിതെന്ന് പറയുമ്പോഴത്തേക്കും രേവതി വേഗം പേരോട് തന്നെ സച്ചിയെ നോക്കുന്നുണ്ട്. എന്നാൽ സച്ചി വേഗം തന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് മേടിച്ചതിന് ശേഷം താൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു മാറ്റിയിട്ട് ശരത്ത് ഡ്രസ്സ് എടുത്ത് ധരിക്കേണ്ട. അതിന് ശേഷം പറയുന്നുണ്ട്, അച്ഛനെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് എൻ്റെ അളിയൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ടല്ലേ രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിയും പറയുന്നുണ്ട് ഞാൻ നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ലക്ഷ്മിക്കും ദേവുവിനും ചെറിയതായിട്ടൊന്ന് സമാധാനമാവുകയാണ്. അതിനുശേഷം ശരത്തിനോടായിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ നീ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നിട്ടൊന്നും കഴിച്ചില്ല, അതേ കേക്ക് ഞാൻ തന്നെ എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ശരത്തിന് വേണ്ടിയിട്ടുള്ള കേക്കൊക്കെ നമ്മുടെ സച്ചി തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ശരത്ത് ചിന്തിക്കുകയെന്ന് വെച്ചാൽ താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഒന്നും സംഭവിച്ചില്ലല്ലോ, സച്ചേനെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് എന്നൊരു ലക്ഷ്യത്തോടുകൂടി ശരത്ത് അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഒരു ലക്ഷ്യം നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശരത്ത്. എന്നാൽ ശരത്തിൻ്റെ മനസ്സ് കണ്ടുകൊണ്ട് തന്നെ ശരത്തിനോടുള്ള പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ നിൽക്കുകയാണ് സച്ചിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.